കുട്ടികളിലെ ശ്രദ്ധക്കുറവ് പരിഹരിക്കുന്നതിനായി വീട്ടിൽ ചെയ്യാവുന്ന ചില ലഘുവ്യായാമങ്ങൾ പറയുന്നു. നമ്മുടെ തലച്ചോറിന്റെ രണ്ടു വശത്തെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരം വ്യായാമ മുറകളെ ബ്രെയിൻ ജിം എന്ന് പറയും. ഇത് നമ്മുടെ കുട്ടികളിലെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകമാണ്. ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ചതിന് ശേഷം മാത്രമേ ബ്രെയിൻ ജിം എക്സസൈസ് ആരംഭിക്കാൻ പാടുകയുള്ളൂ. 6-7 തരത്തിലുള്ള ചലനങ്ങളാണ് ബ്രെയിൻ ജിം എക്സസൈസിൽ പ്രധാനമായും ഉള്ളത്. ആദ്യത്തേത് ബ്രെയിൻ ബട്ടൺസ്. ചെയ്യേണ്ട വിധം: നിവർന്നു നിൽക്കുക. കൈയിലെ തള്ളവിരലും പെരുവിരലും ചേർത്ത് സി ആകൃതിയിൽ പിടിച്ച് നെഞ്ചിൻകൂടിന് തൊട്ടു മുകളിലായി കഴുത്തലിന് തൊട്ടു താഴെയായി 2 വശങ്ങളിലും ചെറിയ മർദ്ദത്തിൽ വൃത്തത്തിൽ അമർത്തുക. മറ്റേ കൈ പൊക്കിളിന് മുകളിലായി വയ്ക്കുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായി കരോട്ടിഡ് ധമനിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. തൽഫലമായി പഠനത്തിലേക്കുള്ള മനസ്സൊരുക്കം വളരെ എളുപ്പത്തിൽ നടക്കുകയും ഏകാഗ്രത കുട്ടികളിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇത് 10-20 തവണ ആവർത്തിക്കാം. അടുത്തത് ക്രോസ് ക്രോൾ. നിവർന്നു നിൽക്കുക. ഇടത് കൈമുട്ടുയർത്തി വലത് കൈമുട്ടുകൊണ്ട് ഇടതുമുട്ടിൽ തൊടുക. തിരിച്ച് റിവേഴ്സിൽ വലത് കാൽമുട്ടുയർത്തി ഇടത് കൈമുട്ടുകൊണ്ട് വലതുമുട്ടിൽ തൊടുക. ഇത് ആവർത്തിക്കുക. ഒരു തവണ ഇങ്ങനെ റിവേഴ്സിൽ ചെയ്തതിനു ശേഷം ഇടതു കൈകൊണ്ട് ഇടതുമുട്ടിലും വലത് കൈകൊണ്ട് വലതുമുട്ടിലും തൊടുക. വീണ്ടും റിവേഴ്സിൽ ചെയ്യുക. വീണ്ടും സെയിം സൈഡിൽ ചെയ്യുക. ഇങ്ങനെ പലതവണ പരമാവധി വേഗത്തിൽ ആവർത്തിക്കുക. ഇത് ചെയ്യുന്നത് ബ്രെയിനിന്റെ 2 വശങ്ങളിലെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുവാനും കണക്കിലെ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാണ്. അടുത്തത് ഹുക്കപ്സ്. ഇത് ചെയ്യുന്നതിനായി നിവർന്നു നിൽക്കുക. ഇടത് കാൽ വലത് കാലിന് മുകളിലേക്ക് പിണച്ചു വയ്ക്കുക. 2 കൈകളും മുന്നോട്ട് നീട്ടി ഇടതു കൈ വലതു കൈയുടെ മുകളിലൂടെ പിണച്ചുകൊണ്ട് കൈവിരലുകൾ കോർത്തു പിടിക്കുക. ശേഷം കൈക്കുള്ളിലൂടെ 2 കൈപ്പത്തികളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ശേഷം വായ തുറന്ന് നാവുകൊണ്ട് പല്ലിന്റെ മുൻനിരയിൽ പിന്നിലായി അമർത്തി 15 സെക്കൻഡ് നേരം സ്വസ്ഥമായി ശ്വസിക്കുക. വീണ്ടും കൈകളുടെയും കാലിന്റെയും പൊസിഷൻ റിവേഴ്സിൽ മാറ്റിവെച്ച ശേഷം ആവർത്തിക്കുക. ഹുക്കപ്സ് എന്ന വ്യായാമം പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂവിനും മറ്റും പോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ടെൻഷൻ ശാന്തമാക്കുവാനും മടുപ്പ് അകറ്റുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ഇത് ഏറെ സഹായകരമാണ്. അടുത്തതായി ലേസി 8. നിവർന്നു നിന്നുകൊണ്ട് കൈ മുന്നിലേക്ക് നീട്ടി തംസപ്പ് എന്ന ആംഗ്യത്തിൽ പിടിക്കുക. കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് വായുവിൽ 8 എന്ന അക്കം എഴുതുക. കൈയുടെ തള്ളവിരലിൽ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ആ 8നെ ഫോളോ ചെയ്തുകൊണ്ട് വേണം അത് എഴുതുവാനായിട്ട്. ഇതേ പ്രവൃത്തി ഇടത് കൈ കൊണ്ടും ആവർത്തിക്കുക. 10-20 തവണ ഇത് ആവർത്തിക്കാവുന്നതാണ്. ലേസി 8 ചെയ്യുമ്പോൾ ചിന്തകളിൽ കൂടുതൽ തെളിമയുണ്ടാകുന്നു. കാര്യങ്ങൾ വ്യക്തമായി അപഗ്രഥിക്കാനുള്ള കഴിവും കോൺസെൻട്രേഷൻ നിലനിർത്തുവാനുള്ള കഴിവും തൽഫലമായി ലഭിക്കുന്നു. തിങ്കിംഗ് ക്യാപ്പ്. നിവർന്നു നിന്നുകൊണ്ട് ചെവിയുടെ കുടഭാഗം മുതൽ തട്ടുവരെയുള്ള ഭാഗം 2 കൈയുടെയും പെരുവിരലും തള്ളവിരലും ഉപയോഗിച്ച് പതുക്കെ വലിച്ച് 4 പൊസിഷനുകളായി തൊട്ടുകൊണ്ട് പതുക്കെ വിടുക. തിരിച്ച് വീണ്ടും 5-10 തവണ ആവർത്തിക്കുക. പെട്ടെന്ന് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പല വിവരങ്ങളും പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും വിട്ടുപോയ പല വിശദാംശങ്ങളും ഓർത്തെടുക്കുവാനും ഇത് ഏറെ സഹായകരമാണ്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ തിങ്കിംഗ് ക്യാപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഏറെ സഹായകരമായിരിക്കും. ഇനി അടുത്തത് എലിഫന്റ് ട്രങ്ക്. നിവർന്നു നിന്ന് വലത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് ആനയുടെ തുമ്പിക്കൈ പോലെ ചേർത്ത് പിടിക്കുക. ശേഷം വായുവിൽ അനന്തതയുടെ ചിഹ്നം അഥവാ ഇൻഫിനിറ്റി സൈൻ വരയ്ക്കുക. കൈയുടെ പെരുവിരലിന്റെ കോർണറിലൂടെ ആ വരയ്ക്കുന്നതിൽ നോട്ടം ഉറപ്പിച്ചു വേണം ഇത് ചെയ്യുവാനായിട്ട്. തലച്ചോറിന്റെ ഇരുവശത്തെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും വഴക്കം വർദ്ധിപ്പിക്കുവാനും
സ്പീഡ് വർദ്ധിപ്പിക്കുവാനും ഈ വ്യായാമം ഏറെ ഗുണകരമാണ്. പേപ്പറും പെൻസിലും ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് അടുത്തത്. ഡബിൾ ഡൂഡിൽ എന്നാണ് ഇതിന്റെ പേര്. രണ്ട് കൈകളിലും ഒരേ വലിപ്പത്തിലും ഒരേ നിറത്തിലുമുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഒറ്റ ചിത്രം വരയ്ക്കുക. ചിത്രത്തിന്റെ രണ്ട് വശങ്ങളും ഇടതുകൈയും വലതുകൈയും ഉപയോഗിച്ച് ഒരേ സമയം പൂർത്തീകരിക്കുക. ഏറെ നേരം വായിക്കുവാനും ഏകാഗ്രത നിലനിർത്തുവാനും കാര്യങ്ങൾ വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുവാനും ഡബിൾ ഡൂഡിൽ എന്ന ഈ വ്യായാമം സഹായകരമാണ്. ഒരു ദിവസം കുട്ടികൾക്ക് 5-10 ചിത്രങ്ങൾ ഈ തരത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ഏറെ രസകരമായ, അവർക്ക് തീരെ മടുപ്പുളവാക്കാത്ത ഒരു വ്യായാമം കൂടിയാണ് ഡബിൾ ഡൂഡിൽ. ഇതും പ്രായഭേദമന്യേ ആൺ പെൺ ഭേദമന്യേ ഏവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ബ്രെയിൻ ജിം എന്ന് വിളിക്കുന്ന ഈ വ്യായാമ മുറകൾ ഡോക്ടർ പോൾ ഡെന്നിസനും ഗെയിൽ ഡെന്നിസനും ചേർന്നാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ കൈനസിയോളജി എന്ന് വിളിക്കുന്ന ശാഖയിലാണ് ഏറെ വിജ്ഞാനപ്രദമായ ഈ വിവരങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്.